ഹായ്, നമുക്കിന്ന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു ഗിവൺ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് വെച്ചിട്ട്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട്, ഏതൊക്കെയാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിനെ അപേക്ഷിച്ച് ഏതെങ്കിലും ഒരു ഗുഡ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇന്തോനേഷ്യയുടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റൈസ് പ്രൊഡക്ഷനിലാണ്. കൂടുതൽ റൈസ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. ബ്രസീലിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഫി പ്രൊഡക്ഷനിലാണ്. കൂടുതൽ കോഫി അവർക്ക് ഗിവൺ സെറ്റ് ഓഫ് റിസോഴ്സ് വെച്ച്, ഫാക്ടറീസ് വെച്ചിട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അവരുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത അല്ലെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ പ്രത്യേകത, എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റീസ്, ഒരു പ്രത്യേകത, ഒരു മറ്റ് രാജ്യത്തെ അപേക്ഷിച്ച് ഇവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഈ അഡ്വാൻറ്റേജിനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്തോനേഷ്യയും ബ്രസീലും തമ്മിൽ ട്രേഡിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ ട്രേഡ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ബ്രസീലിൽ നിന്ന് കോഫി ഇന്തോനേഷ്യയിലേക്കും ഇന്തോനേഷ്യയിൽ നിന്നും റൈസ് എവിടേക്കും, ബ്രസീലിലേക്കും എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു രാജ്യത്തിന്, ഇപ്പം ഇന്തോനേഷ്യക്ക് റൈസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം, സ്പെഷ്യലൈസ് ചെയ്യാം. ബ്രസീലിന് കോഫി ഉണ്ടാക്കുന്നതിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാം. അവർക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. ബ്രസീലിന് റൈസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇന്തോനേഷ്യക്ക് കോഫി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മറ്റു രാജ്യത്തിന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൊണ്ടുള്ള രാജ്യങ്ങളുടെ ഗുണം ഇതാണ്.